ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമി ആൻഡ് മീ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഫുഡ് വ്ളോഗും ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു ലഞ്ച് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി നമുക്ക് ഒരു ഉള്ളി എടുക്കുക. ഉള്ളി നന്നായി അരിഞ്ഞ് മാറ്റി വെക്കുക. ചോപ്പർ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല, പക്ഷേ എൻ്റെ കണ്ണെരിയുന്നതുകൊണ്ട് രാവിലെ തന്നെ ഒരു മൂഡ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോപ്പർ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വേണ്ടത് 2 തക്കാളി. ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് 1.5 കഷ്ണം തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ നമുക്കത് അരിഞ്ഞു വെക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ വേണ്ടത് അത്രയും എടുത്താൽ മതി. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇനി വേണ്ടത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചതച്ചിട്ടാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുക. കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അത് 3 തരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു 1.5 സ്പൂണ് അത്രയൊക്കെ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മാറ്റി വെക്കുക. അതിൻ്റെ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങയും അതിൽ 1.5 ടീസ്പൂൺ വലിയ ജീരകവും, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചു വെക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അത് ഒഴിച്ച് കുറച്ച് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അരിഞ്ഞു വെച്ച കുറച്ച് പുകയൊക്കെ ഉണ്ടാവും, അതൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കോളും. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി വേവുമ്പോൾ ചോറിനും കൂടി ഉപ്പ് വേണം. അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഒരു 1.5-2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വഴന്ന് വന്ന മസാലയിലേക്ക് ഞാൻ ഇനി അടുത്തത് കല്ലുമ്മക്കായാണ് ഇടുന്നത്. കല്ലുമ്മക്കായ അല്ലെങ്കിൽ ചെമ്മീൻ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കല്ലുമ്മക്കായ ഇല്ല, ചെമ്മീനില്ല എന്ന് വെച്ചിട്ട് ഈ ചോറുണ്ടാക്കാൻ മടിക്കണ്ട. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് സിമ്പിളായി ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നമ്മളെ കല്ലുമ്മക്കായ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി, അരി വേവാനുള്ള വെള്ളം കൂടി അതിൽ ആഡ് ഓൺ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു വെച്ച കപ്പും പിന്നെ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേവാനുള്ള വെള്ളം കിട്ടും. അപ്പോൾ അത് തന്നെ മതിയാവും. ഇപ്പം നമ്മുടെ ജീരകത്തിൻ്റെയും മസാലേൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 4 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന അരിയാണ് 2 ഗ്ലാസ് അരി. അപ്പോൾ 2 ഗ്ലാസ് അരി ഇതിലേക്ക് തന്നെ ഇടാൻ തിളക്കണം എന്നൊന്നുമില്ല, അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം അരിയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇത് സാധാരണ അരിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. 777 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ല നമ്മുടെ റേഷൻ അരിയോ മറ്റരികളോ യൂസ് ചെയ്യുകയാണ്, അതിൻ്റെ വേവിനനുസരിച്ച് മാത്രമാണ് കുക്കർ വിസിലിടേണ്ടത്. അപ്പോൾ റേഷൻ അരി ആണെങ്കിൽ 1 വിസിലൊക്കെ മതിയാവും. ഇതാവുമ്പോൾ ഒരു 3 വിസിലാണ് നമുക്ക് വേണ്ടി വരിക. നമ്മൾ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് ആ വിസിലടിച്ചു. അതിനുശേഷം നമ്മളിത് തുറക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ മുകളിൽ കാണുമ്പോൾ നമ്മൾ അരവൊക്കെ ഇങ്ങനെ പൊന്തി നിന്നതുപോലെ കാണാം. ഒരു ടെൻഷനും അടിക്കണ്ട, നമുക്കത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് സെറ്റാവും. ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട്. ആകെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ടിപ്പാണിത്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ സത്തുക്കാൻ്റെ ലഞ്ച് ബോക്സ് ആണിത്. എല്ലാവർക്കും ഈ ലഞ്ച് ബോക്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.